വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതെ, ഈ നാളുകളിൽ വിശ്വസിക്കുന്ന നാം, പ്രാർത്ഥിക്കുന്ന നാം, ആരാധിക്കുന്ന നാം, ആശ്രയിക്കുന്ന നാം ദൈവത്തിൻ്റെ മഹത്വങ്ങളെ, പ്രവൃത്തികളെ, വിടുതലുകളെ, കരുതലുകളെ കാണുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24-25 വചനങ്ങൾ നമുക്ക് വായിക്കാം. മിന്നൽ ആകാശത്തിന് കീഴെ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തൻ്റെ ദിവസത്തിൽ ആകും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. പ്രിയ മക്കളെ, ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് യേശു തന്നെ പറയുകയാണ്, മിന്നൽ ആകാശത്തിൽ എങ്ങനെയാണോ തിളങ്ങി മിന്നുന്നത് അതുപോലെ മനുഷ്യപുത്രൻ ആ ദിവസത്തിലാകും. എന്നാൽ അതിനു മുന്നേ വളരെ കഷ്ടങ്ങളും തള്ളപ്പെടുന്ന അനുഭവങ്ങളും യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് യേശു മുന്നമേ പറഞ്ഞു. പ്രവാചകന്മാർ മുഖാന്തരവും യേശുവിനെ കുറിച്ച് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 3-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്നു. ഇന്ന് പലരും മുഖം മറച്ചു കളയത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളും നിന്ദയും അപമാനങ്ങളും നാം സഹിക്കുമ്പോൾ അത് നാം ഓർക്കണം, യേശുവിൻ്റെ ജീവിതത്തിൽ യേശുവും അത് അഭിമുഖീകരിച്ചു. താൻ തന്നെ പരീക്ഷിതരായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ള കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതെ, യേശു കർത്താവ് ആദ്യം കഷ്ടം അനുഭവിക്കേണ്ടി വരും, വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വരുമെന്ന് യേശു പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. വീണ്ടും നാം വായിക്കുന്നു, ആമേൻ, സ്തോത്രം, ഈ തലമുറ അവനെ തള്ളിക്കളയുകയും വേണം. അതെ, എല്ലാവരും യേശുവിനെ തള്ളിക്കളയും. ആ തലമുറയിൽ അന്ന് ജീവിച്ചിരുന്ന സകലരും കുറച്ചു പേര് മാത്രമാണ് യേശുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നതും യേശുവിൻ്റെ ക്രൂശിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞതും കുറച്ച് സ്ത്രീകളും കുറച്ച് വ്യക്തികളും മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും യേശുവിനെ തള്ളിക്കളഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം. എന്നാൽ ആമേൻ, സ്തോത്രം, യേശു പറഞ്ഞു, ഹല്ലേലൂയ, ഒരു ദിവസം വെളിപ്പെട്ട് വരും. അന്ന് അതേ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 7-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അതെ, അന്ന് മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനായപ്പോൾ കണ്ടിട്ടും കാണാതെ പോയവർ സകലരും, കുത്തിത്തുളച്ചവരും കഷ്ടപ്പെടുത്തിയവരും സകലരും അന്ന് യേശുവിനെ മേഘാരൂഢനായി കാണും. അതെ, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 30-31 വചനങ്ങളിൽ, അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനക്കാരനായി ദാവീദ് ഇങ്ങനെ പറഞ്ഞു, 85-ാം സങ്കീർത്തനം 86-ാം സങ്കീർത്തനം അതിൻ്റെ 17-ാം വചനം അവസാന ഭാഗത്ത്, എന്നെ പഹിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് നൽകണമേ. പ്രിയ ദൈവമക്കളെ, ആമേൻ, ചില ദിവസങ്ങളിൽ നാം ലജ്ജിച്ചു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, നിന്ദിക്കപ്പെട്ടേക്കാം, ഒതുക്കപ്പെട്ടേക്കാം, തള്ളപ്പെട്ടേക്കാം. എന്നാൽ ഒരടയാളമായി ദൈവം നമ്മെ മാറ്റുന്ന ദിവസമുണ്ട്. അതെ, മനുഷ്യപുത്രൻ ഒരടയാളമായി വിളങ്ങുമെന്ന് നാം വായിക്കുന്നു. വീണ്ടും അതേ സുവിശേഷം 24-ന്റെ 31-ാം വചനത്തിൽ വായിക്കുന്നു,
അല്ല 30-31. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവൻ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അതെ, നാം ആദ്യം വായിച്ച വചനത്തിൽ വായിച്ചു, മിന്നൽ ആകാശത്തിൽ ദിക്കോട് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ. അതെ, അങ്ങനെ തിളങ്ങി മിന്നി ദിക്കോട് ദിക്കിൽ നിന്ന് തൻ്റെ വിശുദ്ധന്മാരെ ആ കർത്താവ് ചേർത്തുകൾ. പ്രിയ ദൈവമക്കളെ, ആ ദിവസം ഏറ്റവും അടുത്തിരിക്കുന്നു. എന്നാൽ അതിനു മുൻപായി തന്നെ നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് നാം ഇന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിലാണോ വളരെ കഷ്ടം അനുഭവിക്കുന്നത്, ആമേൻ, തള്ളപ്പെടലുകളും ഒറ്റപ്പെടലുകളും നിന്നെ അനുഭവിക്കുന്നത്, അതിൽ കർത്താവ് ഒരു വ്യത്യാസം ദൈവം വരുത്തും. ഒരടയാളമായി നമ്മെ മാറ്റും. ആമേൻ, മിന്നി തിളങ്ങുന്ന ഒരനുഭവം, ഒരു മിന്നൽ പോലെ ആർക്കും തടയുവാൻ കഴിയാതെ ആമേൻ ശോഭിക്കുന്ന ഒരനുഭവം കർത്താവ് നമുക്ക് നൽകും. എന്നാൽ ഒന്നാമതായി കർത്താവിൻ്റെ വരവ് ഏത് സമയത്തെന്ന് അറിയുന്നില്ല. എപ്പോഴും അതിക്കോട് ദിക്കുന്ന വിശുദ്ധന്മാരെ കർത്താവ് ചേർക്കുമ്പോൾ അതിൽ നാമം ഉണ്ടായിരിക്കണം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. സ്തോത്രി നാളുകളിൽ ദൈവത്തിൽ പൂർണ്ണമായി ഇനി വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവിൽ തന്നെ ആശ്രയിക്കാം. ദൈവപ്രവൃത്തികളെ കാണുവാൻ ദൈവം നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്ഡ് ഫ്രൈഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.